അൽ-ബഅ്സ് അൻകാരി ബിദായ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിന്റെ 60-ാമത്തെ പേജിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഥവാ ദീനുൽ ഇസ്ലാം പ്രത്യേകം നിർദ്ദേശിക്കാത്ത ഏതെങ്കിലും ഒരു നിസ്കാരത്തെ മനസ്സിൽ കരുതിക്കൊണ്ട ഒരാൾ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ ആ നിസ്കാരം സഹീഹാകുമോ ഇല്ലയോ എന്ന ഇമാം ഷാഫി റഹിമഹുല്ലാഹുവിന്റെ ശിഷ്യന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം അതിൽ പ്രസിദ്ധമായ അഭിപ്രായം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു പ്രത്യേക നിസ്കാരമായി പഠിപ്പിക്കാത്ത ഒരു നിസ്കാരത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക നിയ്യത്തോടുകൂടെ ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹീഹ് തന്നെ അല്ല എന്ന അഭിപ്രായമൊക്കെ വിശദീകരിച്ചതിന് ശേഷം അടുത്ത പേജിൽ ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളെ കുറിച്ചും അതിന്റെ ദൗർബല്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായ ചില സംശയങ്ങളും അതിന്റെ വിവരിക്കുന്നതിലുണ്ടായ ചില തെറ്റിദ്ധാരണകളും ഒക്കെ വിശദീകരിച്ച് 61-ാമത്തെ പേജിൽ വീണ്ടും തുടരുന്നു. ഇത് മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ എപ്പോഴും നിസ്കരിക്കേണ്ട നിസ്കാരത്തിന്റെ ഭാഗമായി നിർവഹിക്കുന്ന സ്ഥലത്ത് പോലും നാം പല വിഷയങ്ങളും ശ്രദ്ധിക്കേണ്ടത് എന്നതിലേക്ക് സൂചന നൽകിക്കൊണ്ട് അബൂ ശാമ റഹിമഹുല്ല പറയുന്നു, ഒരു പൊതുവായ നിർദ്ദേശം വന്നതിന് ശേഷം ആ പൊതുവായ നിർദ്ദേശത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്നിനെ പുറത്താക്കിയാൽ ആ പുറത്താക്കപ്പെട്ടത് പൊതുനിർദ്ദേശത്തിന്റെ ഭാഗമായി ചെയ്യാൻ പറ്റില്ല എന്നതിന് തെളിവായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഖൗല് അബൂ ശാമ റഹിമഹുല്ല നമുക്ക് ഉദ്ധരിച്ചു തരുന്നു. ലൗ അലിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹദസ നിസാഉ ല മനാഹുൽ മസ്ജിദ, ഈ കാലത്ത് സ്ത്രീകൾ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ പള്ളികളെ തൊട്ടവരെ തടയുമായിരുന്നു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞതും, ഹാദാ മാ സിഖത്തിൽ ഹദീസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനഉ ഇമാഅല്ലാഹി മസാജിദല്ലാഹി, അല്ലാഹുവിന്റെ അടിമ സ്ത്രീകളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയരുത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് സ്വഹീഹായി വന്ന ഹദീസും തമ്മിൽ, അഥവാ ആമായ നിലക്ക് പള്ളികളിൽ തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പോലും അന്ന് ചില സ്ത്രീകൾ കാട്ടിക്കൂട്ടിയ ചില പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ഈ പറഞ്ഞ ആമിൽ നിന്ന് ഇപ്പോഴത്തെ ഈ പോക്കിനെ ഒഴിവാക്കപ്പെടണമെന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെയാണ് മൊത്തത്തിൽ നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ കൂടെ ചില അരുതായ്മകൾ വരുമ്പോൾ ആ നിർദ്ദേശം പിന്നീട് ബാധകം അല്ല എന്ന് അറിയിച്ചുകൊണ്ട് അബൂ ശാമ റഹിമഹുല്ല ഖാസിനെയും ആമിനെയും നമുക്ക് വിവരിച്ചു തരുന്നു. കുല്ലു സലാത്തിൻ മുഹദ്ദസത്തിൻ അലാ സിഫത്തിൻ ലം തുഅഹദ് ഫി ശരീഅത്തി, ശരീഅത്തിൽ അറിയപ്പെടാത്ത രൂപത്തിൽ പിന്നീട് ഉണ്ടാക്കപ്പെട്ട ഏതൊരു നിസ്കാരവും ഇനി ഖത്തറ ബിഹാ മിൻ സിഫാത്തി മാ യഖ്തദി നഹിയ അൻഹാ, അതിനെ വിരോധിക്കുന്നതിനെ തേടുന്ന എന്തെങ്കിലും ഒരു സ്വഭാവം അതിന്റെ കൂടെ വരികയാണെങ്കിൽ അതിനെയൊക്കെ തടയപ്പെടേണ്ടതാണ്. ഇല്ല, അങ്ങനെ വിലക്കപ്പെട്ട ഒന്നും വരാത്ത രൂപത്തിലാണ് ഒരു നിസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ അതിനെ മാത്രമേ അനുവദിക്കാൻ പറ്റുകയുള്ളൂ. കമാ ദക്കർനാ ഫി സ്വലാത്തു റഗായിബി മിൻ ഗൈരി ഫർഖിൻ, സ്വലാത്തു റഗായിബിൽ നാം നേരത്തെ അതൊക്കെ വിവരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ നിസ്കാരത്തിന് മറ്റു ദിവസങ്ങളിലൊന്നും ഇല്ലാത്തൊരു മഹത്വം ഈ ദിവസത്തിൽ നിർവഹിക്കുന്നതിന് ഉണ്ട് എന്നൊരു തെറ്റായ ധാരണ ഇതിന്റെ കൂടെ വരുന്നു. അതോടൊപ്പം മറ്റു ചില അരുതാത്ത കാര്യങ്ങളും കൂടി ഈ നിസ്കാരത്തിന് കൂടെ വരുന്നു എന്നത് അബൂ ശാമ റഹിമഹുല്ലാഹ് നേരത്തെ വിവരിച്ചിട്ടുണ്ട്.